എല്ലാവർക്കും ചാരു സർക്കിളിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോട്ടിലല്ല, ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പ്ലേറ്റ് ആണ്. അപ്പോൾ ഈ പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു ചെറിയ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അത് വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ആദ്യം കാണിച്ച പോലെ ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നല്ല സ്ക്രാച്ചൊക്കെ വന്ന് പഴകിയ ഒരു പ്ലേറ്റാണ്. ഇതിൻ്റെ ഒരു സെറ്റ് വീട്ടിലിരിപ്പുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നത് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ പഴകിയ കളയാൻ വെച്ചിരുന്ന പ്ലേറ്റാണിത്. ഒരു ഫൈബർ ടൈപ്പ് പ്ലേറ്റ് ആട്ടോ അത്. ഇനി വേണ്ടത് നമുക്ക് മുട്ടത്തോടാണ്. മുട്ടത്തോട് വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് എനിക്കൊന്ന് കുപ്പിയിൽ ചെയ്തിട്ടുണ്ടാവും. ഒരുവിധം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ടേബിൾ ഭംഗിയാക്കാൻ വേണ്ടി ഇന്ന് ഈ ഒരാളെ പരിചയപ്പെടാം. ഇത് ടേബിൾ റോസ അല്ലെങ്കിൽ 10 മണി എന്നൊക്കെ പറയുന്ന ആ ചെടിയിൽ ഒരെണ്ണം ചെടിയാണത്. അതൊരു പൂ ഇട്ടാൽ നല്ല ഭംഗിയാട്ടോ കാണാൻ. പിന്നെ ഒരാൾ ഇതാണ്. ഇതൊരു ഇലച്ചെടിയാട്ടോ. ഇലച്ചെടി മണ്ണിലും വയ്ക്കാം, വെള്ളത്തിലും വയ്ക്കാം. ഇത് ഞാനിപ്പോൾ വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇത് അകത്തും വയ്ക്കാം കേട്ടോ, പുറത്തും വയ്ക്കാം. അങ്ങനെയാണിത്. ഇത് ഞാനിവിടെ പ്രില്ലിൻ്റെ ഒരു വലിയ ബോട്ടിലുണ്ടായിരുന്നു. ആ ബോട്ടിൽ കട്ട് ചെയ്ത് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇപ്പം നിറച്ച ഇല ആയിട്ടുണ്ട്. കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഇതിപ്പോൾ വെള്ളത്തിലാണെങ്കിൽ ഞാൻ അകത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് പോകാം. പ്ലേറ്റ് കഴുകി തുടച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത്. ഇതിൽ നല്ല സ്ക്രാച്ച് ഉണ്ട്. അപ്പോൾ പെയിൻറ്റിന് നമ്മൾ വരയ്ക്കൊന്നുമല്ല ചെയ്യണത്, നല്ല ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ ഫെവിക്കോൾ എടുത്തിട്ട് ഒരല്പം തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുപ്പിയിലൊക്കെ മുട്ടത്തോട് ഒട്ടിക്കാറില്ലേ, അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ മുട്ടത്തോട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുത്തു. ഇത് ഈ പ്ലേറ്റ് മൊത്തത്തിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ വെള്ള മുട്ടത്തോടും ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ ഇടയിൽ കുറച്ചായിട്ട് നമ്മൾ ആ ക്രീം ഷെയ്ഡുള്ള മുട്ടത്തോടുണ്ടല്ലോ, അതും ഒട്ടിച്ചു കൊടുക്കാം. കാരണം അത് ഒട്ടിക്കുമ്പോഴാണ് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഡാർക്ക് ഫീൽ കിട്ടും. ഒരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറയണത്. അതൊരു പ്രത്യേക ഭംഗിയാട്ടോ കാണാൻ. അപ്പം ഒട്ടും ചിലവില്ലാത്ത ഒരു പരിപാടിയാണിത്. കാരണം കളയാൻ വെച്ചിരിക്കുന്ന പ്ലേറ്റിൽ ഇതുപോലെ മുട്ടത്തോടും കളയുന്നതാണ് നമ്മൾ. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്ന വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വോൾ ഹാങ്ങിങ് ആണിത്. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. നന്നായിട്ട് ഉണക്കിയതിന് ശേഷം മാത്രമേ പെയിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒട്ടാത്തയൊക്കെ നമുക്കൊന്ന് കുടഞ്ഞു കഴിഞ്ഞ് അതങ്ങ് പൊയ്ക്കോളും. അപ്പോൾ അത് പോയി. അപ്പോൾ അധികമൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉണക്കിയെടുക്കാം. ഗ്യാപ്പൊക്കെ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. കാണാൻ നല്ല ഭംഗിയായിരിക്കും പെയിൻറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. ഇതിപ്പോൾ ഉണക്കിയെടുത്ത പ്ലേറ്റിൽ ഞാൻ പെയിൻറ്റ് ചെയ്യാൻ പോവാം. ഇത് ഫെവിഗ്രിലിൻ്റെ ബ്ലൂ കളറാണ് ഞാൻ ചെയ്യാൻ പോണത്. ഇത് ഒരു സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ പ്ലേറ്റ് എന്ന് പറയണത് ഇപ്പോൾ ഒരു ഫൈബർ ടൈപ്പ് പ്ലേറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വെയിറ്റ് ഒന്നുമില്ല. ഇത് പേപ്പർ പ്ലേറ്റോ തെർമോക്കോൾ പ്ലേറ്റോ ഒക്കെ എടുക്കാം കേട്ടോ. ഗ്ലാസ് പ്ലേറ്റിനേക്കാൾ നല്ലത് ഇങ്ങനത്തെ പ്ലേറ്റ് ആയിരിക്കും നല്ലത്. ഗ്ലാസ് ആകുമ്പോൾ ഹാങ് ചെയ്യാൻ ഒരുപാട് പാടായിരിക്കും. എവിടെയെങ്കിലും സ്റ്റാൻഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് ഗ്ലാസ് ആണെങ്കിൽ. വെയിറ്റ് ഉള്ളതാണെങ്കിൽ, ഇതുപോലെ വെയിറ്റ് ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് ഹാങ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഫുള്ളും നമ്മൾ പെയിൻറ്റ് ചെയ്തു. കണ്ടോ, ഞാനൊരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ ഈ മുട്ടത്തോടിന്. ക്രീം കളറിന് മുട്ടത്തോട് ഒട്ടിച്ചപ്പോൾ ഇതാണത്. കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനി വേണ്ടത് 3D ഔട്ട്ലൈനർ വെച്ചിട്ട് നമ്മൾ ചുറ്റിനും ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഇത് കോപ്പർ കളറാണ്. നമുക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇഷ്ടം അനുസരിച്ച് കളർ കോമ്പിനേഷനൊക്കെ മാറ്റാം കേട്ടോ. അതിനൊരു കുഴപ്പമില്ല. ഇതിപ്പോൾ ബ്ലൂ ചെയ്തതിന് പകരം നിങ്ങൾക്ക് ഏത് കളറും ഉപയോഗിക്കാം. ഇനി വേണ്ടത് ഗോൾഡൻ ഷെയ്ഡാണ്. അപ്പോൾ അതിന് വേണ്ടി ഗോൾഡൻ പൗഡർ എടുത്തത്, ഫെവിഗ്രിലിൻ്റെ ഗോൾഡൻ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പെയിൻ്റ് ആണെങ്കിൽ അത് ആയാലും മതി. എന്നിട്ട് ബ്രഷ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒന്ന് തേച്ച് കൊടുക്കണം. അതിങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഒന്ന് തേച്ച് കൊടുക്കണം നമ്മൾ കുറച്ചായിട്ട്. ഇപ്പോൾ ബ്രഷ് കൊണ്ട് ചെയ്തിട്ട് എനിക്ക് അത്ര ഭംഗി തോന്നാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് ചെയ്യുക കേട്ടോ. കൈ കൊണ്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ തേച്ച് കൊടുക്കണം. അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് തേച്ച് കൊടുക്കണം. അധികം ചിലവില്ലാത്തൊരു പരിപാടിയാണ് ഇത്. അപ്പോൾ നല്ല ഭംഗിയാക്കി എടുക്കാം. ഇപ്പോൾ
അതും കഴിഞ്ഞു. ഇപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ തന്നെ. ഇത് നമ്മൾ വോൾ ഹാങ്ങിങ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ചിലവില്ലാത്ത ഒരു പരിപാടിയാണിത്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ. എല്ലാവർക്കും എളുപ്പം പറ്റുന്ന ഒരു കാര്യമാണിത്. നമ്മൾ കളയാനെടുക്കുന്ന പ്ലേറ്റിൽ കളയാനെടുക്കുന്ന മുട്ടത്തോട് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്ത്, അധികം വരയ്ക്കാനൊന്നും നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വോൾ ഹാങ്ങിങ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.